വീടുകളിൽ പോയി വോട്ട് ചോദിക്കാൻ പോകുന്ന RSS കേഡേഴ്സുമായിട്ട് ഈ പറയുന്ന സാധാരണക്കാർക്ക് അവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ളത്. അപ്പം അവർക്കറിയാം അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത്, അവിടെ CPM വരുന്നതിനും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞിടയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ MA ബേബിയും കുറച്ച് സഖാക്കളെല്ലാം കൂടെ ചൈനയിൽ ഇപ്പോൾ ആരെ പെർമിഷൻ കൊടുക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിക്ക്. അല്ലാതെ എന്തോ അവരങ്ങനെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ ആൾക്കാരൊക്കെ ചൈനയിൽ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സംഭവങ്ങളായിട്ടൊക്കെ പോകുന്നത്. അതായത് മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ കേരളം ഭരിച്ച സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നത് കേരളത്തിൻ്റെ ഹൈവേസ് മാത്രമല്ല, കേരളത്തിലെ പല റോഡുകളും പണിയാൻ വേണ്ടി ഏകദേശം 3000-4500 കിലോമീറ്റർ പല റോഡുകളും ഫണ്ട് ചെയ്ത് പണിതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണമാണ്. ഇപ്പം ഏത് രീതിയിലാണ് കേരളത്തെ സഹായിക്കാതിരുന്നത്? അത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധമാണ്. നേരെ തിരിച്ച് തമിഴ്നാട്ടിൽ നോക്കി ഈ പറയുന്ന സംഭവങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ഇപ്പുറത്ത് സിദ്ധരാമയ്യ ഈ പറയുന്ന സംഭവങ്ങളൊന്നും നടന്ന രേവന്ത് റെഡ്ഡി തെലങ്കാന നടന്നിട്ടില്ല. പക്ഷെ ഈ ചന്ദ്രബാബു നായിഡുമായിട്ട് നല്ല ബന്ധം. ഗൂഗിൾ അവിടെ നേരത്തെ ഉള്ള പരിപാടിയാണ് എയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ സെൻറ്റർ അവിടെ ഇടാൻ വേണ്ടി. പക്ഷേ അത് പ്രധാനമന്ത്രിയും കൂടെ വലിയ താല്പര്യം എടുത്തിട്ടാണത് ഈ വിശാഖപട്ടണത്ത് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ, അതായത് കേന്ദ്രത്തിൻ്റെ ഇത് സപ്പോർട്ടീവ് അല്ലാതെ ഈ പറയുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം 1 ലക്ഷം കോടി ഇന്ത്യൻ കറൻസിയാണ്, $15 ബില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്.